എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് അവന്, അല്ല, നമ്മളും അവളെ പോലെ തന്നെയല്ലേ, നമ്മളിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഒന്ന് കൂടിയാൽ പോരെ, അല്ലാതെ അവൾ തന്നെ വേണമെന്ന് പറയുന്നത് വല്ലാത്ത വാശി തന്നെയാണ്. അതൊക്കെ എനിക്കും അറിയാം എൻ്റെ സായു. പക്ഷെ ആ ചെറുക്കൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കാതെ അവൻ പോകില്ല. പിന്നെ ഈ പ്രശ്നത്തിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. കക്കാനും കൊല്ലാനുമൊക്കെ അവന് നല്ല രീതിയിൽ തന്നെ അറിയാം. അതുകൊണ്ട് അവൻ്റെ കാര്യം ഇനി നമ്മൾ ആലോചിക്കുകയേ വേണ്ട. ചന്തു, പിന്നെ പുതിയ ചെറുക്കൻ കൊള്ളാമല്ലോ. അവൻ്റെ സ്റ്റൈലൊക്കെ പൊളിയാണ് മോളെ. നിനക്ക് എന്താ തോന്നിയത്? അവൻ പൊളിയാണ്. മൊത്തത്തിൽ ഒന്ന് കിട്ടിയാൽ ആരും നഷ്ടം പറയില്ല. പിന്നെ അവൻ പകുതിക്ക് വെച്ച് നിർത്തിയത് നമുക്കങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അതും പറഞ്ഞുകൊണ്ട് ചന്തു സായുവിൻ്റെ ദേഹത്തേക്ക് അമർന്നു. പതിവ് പോലെ തന്നെ ദേവർമഠം വീട് പിറ്റേ ദിവസം ഉണർന്നു. എല്ലാവരും അവനവൻ്റെ ജോലിയും തിരക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അഗ്നി ഉണരുമ്പോൾ രുദ്ര നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. അവൻ എണീറ്റ് കുറച്ചു നേരം മോളെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ കിടന്നു. കുഞ്ഞിക്കുറുമ്പിയുടെ മുഖത്തേക്ക് അലസമായി വീണുകിടക്കുന്ന മുടികളെല്ലാം അവൻ ഒതുക്കി കൊടുത്തു. അവളുടെ കുഞ്ഞിക്കൈ ഉയർത്തി തൻ്റെ ചുണ്ടോട് ചേർത്ത് അവനൊന്ന് മുത്തി. അഗ്നിയുടെ മീശയും താടിയുമൊക്കെ കൊണ്ട് പെണ്ണൊന്ന് അനങ്ങി. ഉടനെ തന്നെ അവൻ പതുക്കെ അവളുടെ കൈ മടക്കി വെച്ചു. അവളുടെ നെറ്റിയിലും ഒന്ന് മുത്തി. ശ്രേയ, നിനക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ കുറച്ച് ദിവസമായിട്ട് കഴിയുന്നില്ല പെണ്ണെ. നമ്മുടെ മോളോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് എന്നും വിചാരിക്കും നേരത്തെ ഇറങ്ങണമെന്നൊക്കെ, മോളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കണമെന്നും. എന്നാൽ എന്നെ പറയാനാ ഓരോ തിരക്കുകൾ, അതുകൊണ്ടൊന്നും നടക്കുന്നില്ല. ഇനി എങ്ങനെയൊന്നും വരില്ല കേട്ടോ. നിന്റെ അഗ്നി നീ പറഞ്ഞതെല്ലാം അനുസരിക്കും. ജോലി മാറ്റി വെച്ചിട്ടാണേലേ ശരി, നമ്മുടെ മോൾക്കൊപ്പം കുറച്ചു നേരം ഞാൻ ഉണ്ടായിരിക്കും. ഇനി എന്നും ഉറപ്പ്. ഈ വാക്ക് നിന്റെ അഗ്നി ഒരിക്കലും തെറ്റിക്കില്ലടി. ഒന്നുകൂടി അവൻ താഴ്ന്നു വന്ന് കുഞ്ഞിപ്പെണ്ണിന് ഒരു ഉമ്മയും കൊടുത്ത് ഫ്രഷ് ആകാനായി അവിടെ നിന്നും ബാത്റൂമിലേക്ക് നടന്നു. ബാത്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ വെറുതെ ഒന്ന് പാളി നോക്കി. ജാനി കിടന്ന സ്ഥലം ശൂന്യമാണ്. അവൾ അടുക്കളയിൽ ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ അവൻ കുളിക്കാൻ കയറി. ദേഹത്ത് സോപ്പ് തേച്ചപ്പോഴാണ് അകത്തുനിന്നും രുദ്രയുടെ കരച്ചിൽ കേൾക്കുന്നത്. എന്നും 7 മണിക്ക് ഇതൊരു അലാറം പോലെയുള്ള പരിപാടിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എവിടെയാണെങ്കിലും ജാനി ജീവനും കൊണ്ട് പറന്നോടിയെത്തും. അതാണ് അമ്മയും മോളും തമ്മിലുള്ള ഒരു ബന്ധം. എന്നാൽ ഇന്ന് രുദ്രയുടെ കരച്ചിലിൻ്റെ ശബ്ദം കൂടിയിട്ടും ജാനി എത്തിയില്ല. മോളുടെ കരച്ചിൽ അഗ്നിക്ക് വല്ലാത്ത അമർഷവും ദേഷ്യവും വരുത്തി. അവൻ വേഗം ദേഹത്ത് സോപ്പ് കളഞ്ഞ് തല പോലും തുടയ്ക്കാതെ ഒരു ടവലും ചുറ്റി പുറത്തേക്ക് വരുമ്പോഴും മോള് നിർത്താതെ കരയുകയായിരുന്നു. അമ്മ, അമ്മ പൊന്ന്. അച്ഛയുടെ പൊന്ന് കരയാടാതെ, വാ അച്ഛ എടുക്കാം. അമ്മ, അമ്മ. അഗ്നി പറയുന്നതൊന്നും കേൾക്കാതെ അവള് കരച്ചിലിൽ തന്നെയാ. കുഞ്ഞിൻ്റെ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അമ്മയെ തന്നെയാണ് അവൾ തിരയുന്നത്. അതും കൂടെ ആയപ്പോൾ അഗ്നിയുടെ സകല നിയന്ത്രണങ്ങളും തെറ്റി. അമ്മ. എടി ജാനകി, ജാനി. ആ വീട് കുലുങ്ങും മാതിരി ഇടിമുഴക്കം പോലെയായിരുന്നു അവൻ്റെ ആ വിളി. അതിനോടൊപ്പം തന്നെ മോളെ കയ്യിലെടുത്ത് അവൻ ബെഡ്റൂമിൻ്റെ കതകും തുറന്ന് പുറത്തേക്കിറങ്ങി. അഗ്നിയുടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് പല ഭാഗത്തു നിന്നും എല്ലാവരും ഹാളിലേക്ക് ഓടി വന്നു. രുദ്ര അപ്പോഴും നിർത്താതെ കരച്ചിലാണ്. അമ്മ. എടി ജാനകി, നിന്റെ ചെവിയിൽ എന്താടി ആപ്പാണോ? ഡാഷ് മോളെ, കുഞ്ഞു കരയുന്നതൊന്നും നിന്റെ ചെവിക്കകത്തോട്ട് കേൾക്കുന്നില്ലേടി? ഇതുവരെയായിട്ടും നീ എവിടെ പോയി ചാത്ത് കിടക്കുവാണ് ശവമേ? നിർമ്മല ഓടി അഗ്നിയുടെ അടുത്തേക്ക് വന്നു. അഗ്നിക്കുഞ്ഞ്, അതിന് ജാനിമോൾ ഇതുവരെ താഴോട്ട് വന്നിട്ടില്ലല്ലോ. വാട്ട്? ഇതുവരെ വന്നില്ലേ അവൾ താഴേക്ക്? അഗ്നിയുടെ ആ ചോദ്യത്തിന് ഉത്തരം ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അഗ്നി അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഇന്നലെ രാത്രിയിലെ പല കാര്യങ്ങളും അവൻ്റെ മനസ്സിലൂടെ ആ നിമിഷം മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും ഒരാൾ കരച്ചിൽ തന്നെയാണ്. നിർമ്മല കൈ നീട്ടിയപ്പോൾ തന്നെ രുദ്ര അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ചാടി. അഗ്നി, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അവന്മാരെ തിരക്കി പോയി കാണും അവള്. അല്ലാതെ ഈ വെളുപ്പാങ്കാലത്ത് ഒന്ന് ചൊരി മുറിയിൽ കിടന്ന് ഭർത്താവിന് പോലും അറിയാതെ. എന്താ ഹയമേ നീ പറഞ്ഞു വരുന്നത്? അത് ഗൗരി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. സംശയമുണ്ട് ഇവിടെ നിൽക്കുന്ന നമ്മുടെ മോളോടോ ചന്തുമോളോടോ, അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ട ഗായത്രിയോട് തന്നെ ചോദിച്ചു നോക്ക്. അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു മേളമെന്ന്. അതെ ഏട്ടാ, അത് കണ്ടിട്ട് തൊലി ഉരിഞ്ഞുപോയി. ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞാൽ പിന്നെ കുടുംബത്തിനോട് തന്നെ നാട് വിടേണ്ടി വരും. അതുപോലെ നാറ്റ കേസാ.
മതി. ഇത്രയും നേരം മിണ്ടാതെ നിന്ന അഗ്നിയുടെ ശബ്ദം വീണ്ടും അവിടെ ഉയർന്നു. ഇനി ആരും കൂടുതൽ വർണ്ണനകൾ നടത്തണ്ട. ഈ അഗ്നിയെ ചതിച്ച് ഒരുത്തിയും ജീവിക്കുമെന്ന് കരുതണ്ട. ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ എൻ്റെ രണ്ടാം ഭാര്യയുടെ അടക്കം ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാവരും ഇവിടെ തന്നെ കാണണം. അത്രയും പറഞ്ഞ് അവൻ സരവേഗത്തിൽ റൂമിലേക്ക് തന്നെ പോയി. അവിടെ അത്രയും വലിയ ചർച്ച നടക്കുമ്പോഴും ചന്തുവിൻ്റെ കണ്ണുകൾ അഗ്നിയുടെ നഗ്നമായ ശരീരത്തിൽ കൂടെ ഓടി നടന്നുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരത്തിലെ ഓരോ മസിലുകളുടെയും ചുണ്ട് ചേർക്കാൻ അവളൊന്ന് കൊതിച്ചു. എൻ്റെ ചന്തു, ഒരു മയത്തിലൊക്കെ നോക്ക്, എല്ലാവരും ശ്രദ്ധിക്കുന്നു. എൻ്റെ പെണ്ണേ. ചന്തുവിന് മാത്രം കേൾക്കാൻ പാകത്തിൽ സായു അത് പറയുമ്പോൾ അതിനേക്കാൾ പതുക്കെ ചന്തു അവൾക്ക് മറുപടിയും നൽകി. എന്നാലും ചന്തു, അവൾ എവിടെ പോയി കാണും? എന്തോ ഇന്നലെ രാത്രി സംഭവിച്ചിട്ടുണ്ട്. ഒച്ചപ്പാടും ബഹളുമൊക്കെ നമ്മളും കേട്ടതല്ലേ. മോളെ സായു, ഞാൻ മനസ്സിലാക്കി വെച്ചിടത്തോളം ആത്മാഭിമാനം ഉള്ള പെണ്ണാണ് അവൾ. ഇന്നലെ അതിനെയാണ് നമ്മൾ വ്രണപ്പെടുത്തിയേക്കുന്നത്. അഗ്നിയേട്ടനെ എരിവ് കയറ്റി വിട്ടു. നമ്മൾ ഒളിച്ചിരുന്ന അവിടുത്തെ പ്രശ്നങ്ങളും കേട്ടു. അവർക്കിടയിൽ നല്ല രീതിയിൽ തന്നെ വഴക്കും ആളിപ്പടർത്തിയിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ തിരോധാനം. അതൊക്കെ ശരിയാണ്. മുത്തശ്ശൻ അറിയും. അതിനു മുൻപേ തന്നെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണം. അല്ലേ? അറിയാലോ, കാലിൻ്റെ കണക്ക് പുസ്തകത്തിലാകും പിന്നെ നമ്മുടെ എല്ലാം പേരുകൾ. എൻ്റെ സായു, ഈ അഗ്നിയല്ല ആര് നോക്കിയാലും കിട്ടാൻ പോകുന്നില്ല അവളെ. ഇന്നലെ രാത്രി തന്നെ അവന്മാരോട് മൂട് വെച്ച് അവളുടെ എല്ലും നഖവും മാത്രം മിച്ചം കിട്ടിയാൽ ഭാഗ്യം. ചന്തു, നീ ഹെടി അവന്മാരെ ഇവിടെ തന്നെ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. ഈ വീടിന് പുറത്തു തന്നെ. ഇവിടെ നിന്ന് അവൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാലും അവന്മാരുടെ കയ്യിൽ തന്നെ ചെന്നുവിടും. ഇനി ഇന്ന് രാവിലെ ഇപ്പോൾ അവൾക്ക് ജീവനുണ്ടെങ്കിൽ ഇനി അവളെ ഏതെങ്കിലും മാർവാടികളുടെ ബെഡിൽ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഈ നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവളെ കിട്ടാൻ പോകുന്നില്ല. സമയം ഉച്ചയായി. ഇതുവരെയായിട്ടും രുദ്രയുടെ കരച്ചിലിനും വാശിക്കും ഒരു കുറവുമില്ല. കരച്ചിൽ ഒന്ന് മാറിയപ്പോൾ ചുമയും പനിയും ജലദോഷവും എല്ലാം കൂടിയായി കൊച്ചങ്ങ് ആകെ തളർന്നു തുടങ്ങി. അച്ഛൻ്റെ പൊന്നു മോളല്ലേ, ഇങ്ങനെ കരയാതെ വാവേ, വല്ല അസുഖം വരും, വന്നോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അവൾ കരച്ചിൽ തുടങ്ങി. അഗ്നി പഠിച്ച പണി 18 നോക്കിയിട്ടും കരച്ചിലിനും വാശിക്കും ഒരു കുറവുമില്ല. അതിൻ്റെ കൂടെ പൊള്ളുന്ന ചൂടും എല്ലാം കൂടി ആയപ്പോൾ അഗ്നിയും ആകെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ആ നാശം പിടിച്ചവള് എൻ്റെ കുഞ്ഞിനെ കരയിച്ച് എന്നോടുള്ള വാശി നോക്കുക, പക പൂക്കുക ഇവൾ. ഇല്ല ജാനകി, നിനക്കിതുവരെ കിട്ടിയതല്ല ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്ന ശിക്ഷ. എൻ്റെ പ്രാണനെയാണ് നീ നോവിച്ചത്. ഇതിനുള്ളതെല്ലാം നീ അനുഭവിക്കും. അഗ്നിമോളെ നെഞ്ചിൽ കടത്തി ഉറക്കാൻ ഒരുപാട് ശ്രമം നടത്തി. അത് തുടക്കത്തിൽ തന്നെ 8 നിലയിൽ പൊട്ടി. അഗ്നിക്കുഞ്ഞെ, കുഞ്ഞിനെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല, പക്ഷേ പറയുക. അഗ്നി നിർമ്മലയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അത് കുഞ്ഞ് ഇവരൊന്നും പറയുന്നത് പോലെ ഒരു തെറ്റ് ജാനിമോള് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സ്വഭാവമുള്ള കൊച്ചാ അത്. കരച്ചിലിന് ശമനം വരണേ, അസുഖം മാറണേ, അത് ഈ ലോകത്ത് ഉള്ള ഏറ്റവും നല്ല മരുന്ന് ജാനകിയാണ്. എനിക്കും പെൺമക്കളുണ്ട് കുഞ്ഞെ. ആ കൊച്ചിന് ആകെ 18 വയസ്സേ ഉള്ളൂ. ഈ കാലം തെറ്റിയ കാലത്ത് അതിനെപ്പോലൊരു അപ്പാവി. അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവരൊന്ന് നിർത്തി. ഇനി ബാക്കി അതിൻ്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. കുഞ്ഞിനെ പറ്റിയാലൊന്ന് നോക്ക്. ആ കുഞ്ഞിനെ കാണാഞ്ഞിട്ടാണ് ഇതിങ്ങനെ കരയുന്നത്. ഇപ്പോൾ തന്നെ മണിക്കൂറുകൾ കുറച്ചായി. നിർമ്മലയുടെ അവസാന വാക്ക് അത് അഗ്നിയുടെ തലച്ചോറിൽ പല പൊട്ടിത്തെറികൾക്കും കാരണമായി. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ? അതവനിൽ ഒരു ചോദ്യമായി തന്നെ നിന്നു. അഗ്നി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നിർമ്മലയുടെ കയ്യിലേക്ക് മോളെ കൊടുത്തു. പിന്നെ തൻ്റെ ലാപ്ടോപ്പ് എടുത്തു വെച്ച് CCTV നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അഗ്നി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. CCTV എല്ലാം ഇന്നലെ വൈകിട്ട് 7 മണിക്ക് മുതൽ ഓഫാണ്. അവൻ്റെ മനസ്സിൽ പല കാര്യമായ ചിന്തകളും കടന്നു വന്നു. ഇതെങ്ങനെ ഓഫാകും? ഇത് ഓഫാക്കാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അപ്പോൾ എന്തൊക്കെയോ കളികൾ ഇവിടെ നടന്നിട്ടുണ്ട്. അഗ്നിയുടെ മനസ്സിൽ പല സംശയങ്ങളും ചിറകുമുളച്ചു തുടങ്ങി. എവിടെ പോയി കാണും? എന്തെങ്കിലും അപകടം? ദൂരെ എവിടെയെങ്കിലും പോകാൻ അവളുടെ കയ്യിൽ 1 രൂപ പോലുമില്ല. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തനിക്ക് എവിടെയോ ഒന്ന് തെറ്റി. അവളുടെ കാര്യത്തിൽ ഇനിയും സമയം കളയാനില്ല എന്ന് തോന്നിയതുപോലെ അഗ്നി വേഗം തന്നെ തൻ്റെ ആളുകളെ വിളിച്ച് ജാനകിയെ തിരയാനായി നിർത്തി. എടാ സായു, ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്തു വേഗം മുറിയിലേക്ക് കതകടച്ചു വന്നു. സായു ഒരു പരിഭ്രമത്തോടെ ചന്തുവിനെ നോക്കി. എന്താ ചന്തു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും? എടാ, അത് ജാനകി അവന്മാരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. അവൾ പിന്നെ എവിടെ പോയി എന്നൊരു അറിവുമില്ല. എൻ്റെ മഹാദേവ, ചതിച്ചു. ഇനി അവൾ വീട്ടിലെങ്ങാനും പോയിട്ടുണ്ടാവുമോ?